പിന്നെന്താ പറയാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ മനസ്സാവാച ചിന്തിച്ചില്ല. അതിന്റെ പേരിൽ ഈ എന്നെ കൊണ്ട് ബിഗ് ബോസിനകത്തായാലും പിന്നീടായാലും ഈ റിപ്പീറ്റ് ഒരു വിഷയത്തിൽ മാപ്പ് പറയിപ്പിക്കാൻ അഖിൽമാരാർക്ക് ഒരു തന്തയുള്ളത് പണ്ടേ പറഞ്ഞാണ്. പറയില്ല, ഒരു തവണ പറഞ്ഞാണ്. പറഞ്ഞാണ് ഞാൻ ബിഗ് ബോസിനകത്ത് സംഭവിച്ച കാര്യം ബിഗ് ബോസിനകത്ത് പറഞ്ഞു. അത് ഞാൻ ബിഗൈൻ ബുഡ്സിൽ പറയില്ല. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ബിഗൈൻ ബുഡ്സിന്റെ ഇന്റർവ്യൂലല്ല ഞാനത് പറഞ്ഞത്. അത് ബിഗ് ബോസിലാണ് പറഞ്ഞത്. അത് ബിഗ് ബോസിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ ഉപയോഗിച്ച് പറഞ്ഞ കാര്യമാണ്. അതാണ് എന്റെ നിലപാട്. ഈ മനുഷ്യരെ കാണുന്ന കാര്യത്തില് കൂടെയുള്ള കണ്ടസ്റ്റന്റുകളെല്ലാം പോരാ എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ഞാനുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ അത്ര കോമ്പറ്റൻസ് ഉള്ളവരല്ല, കുറച്ചുകൂടെ വേണം. അത് ഒടുവിൽ തന്നെ ശോഭ സെക്കൻഡ് വരികയാണെങ്കിൽ അത് നാണക്കേടാണെന്നൊക്കെ അഖിൽ പറഞ്ഞിരുന്നു. ശരിക്കും അതിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? സീസൺ ഓഫ് ഒറിജിനൽസിൽ ഒറിജിനൽ അല്ലാതെ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ശോഭ. അപ്പം അങ്ങനെ ഒരാൾ എനിക്കൊപ്പം വന്ന് ഞാൻ പരാജയപ്പെട്ടാലും ശോഭ എനിക്കൊപ്പം നിന്നാലും ആ സമയത്ത് ബിഗ് ബോസിനകത്തെ കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവരുടെ മെറ്റീരിയൽസ്, അവർ കൊടുക്കുന്ന കണ്ടന്റുകൾ, ഇതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എനിക്ക് അതിനകത്ത് ശോഭയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിപ്പം പുറത്ത് ഞാൻ പറഞ്ഞില്ല, ഇത് ബിഗ് ബോസിനകത്ത് നടന്ന വിഷയങ്ങൾ അതിനകത്ത് കഴിഞ്ഞൊരു കാര്യങ്ങളാണ്. അതിനകത്ത് വെച്ച് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് അപ്പം തോന്നിയില്ല. പിന്നെ പല ആൾക്കാരും ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ആരാണ് എന്നെ അവിടെ കോമ്പറ്റ് ചെയ്ത് തോൽപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയവർ? നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഞാൻ പറയും, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഇന്നൊരാൾ അവിടെ മത്സരിച്ച് അഖിലിനെ തോൽപ്പിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അഖിൽ അയാൾ നല്ല മത്സരാർത്ഥിയായിട്ട് കാണാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് എപ്പോഴും പരാജയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു കാര്യമുണ്ട്, ഏഷ്യാനെറ്റിന്റെ സീസൺ 5 ഈ ഫൈനലിസ്റ്റുകൾ പരാജയപ്പെടാനാണ്. ഫൈനൽ 5 വരുന്ന ഫൈനലിസ്റ്റുകൾ അങ്ങനെയാണെങ്കിൽ ഫൈനലിസ്റ്റുകൾ അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ നമുക്ക് വായിച്ചുകൂടെ? അങ്ങനെ വായിക്കുന്നത് നിങ്ങളുടെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് മത്സരിച്ച് പരാജയപ്പെടാനാണ് ഇഷ്ടം. പരാജയപ്പെടുന്തോറുമാണ് ഞാൻ വിജയത്തിന്റെ സാധ്യതകളെ തേടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ കാലിന് വയ്യാത്ത കുറച്ച് പേരുമായിട്ട് ചേർന്ന് ഞാൻ ഓടിക്കഴിഞ്ഞാൽ ആ ഓട്ടത്തിൽ ഞാൻ ജയിച്ചാൽ എനിക്ക് എന്ത് വിലയാണുള്ളത്? സച്ചിൻ ടെണ്ടുൽക്കർക്കെതിരെ പന്തെറിയുമ്പോഴും മാത്രമേ ഒരു ബൗളർ ഒരു മികച്ച ബൗളറായി മാറത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിനകത്ത് നാദ്ര ഒരിക്കൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു മൊമെന്റ് ഉണ്ടായി. ഡേഞ്ചറസ് കോയിൻ എന്ന് പറയുന്ന ഒരു ടാസ്കിൽ വിഷ്ണുവിനെ ഓടിച്ചിട്ട് പിടിച്ച് വിഷ്ണുവിന്റെ മുതുകത്ത് ഇത് കോയിൻ വെച്ചിട്ട് നാദ്രയുടെ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഹൗസിൽ സംസാരിച്ചു. അപ്പം ഞാൻ നാദ്രയോട് ചോദിച്ചു, നാദ്ര എന്തുകൊണ്ടാണ് നിനക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് ഇത് ഫീൽ ചെയ്തത്? നീ ഇത് മറ്റാരുടെ ഒരു പക്ഷേ അഞ്ജൂസിന്റെ അടുത്തോ അല്ലെങ്കിൽ ലച്ചൂസിനെ പോലുള്ള അടുത്തൊക്കെ വെച്ചിരുന്നെങ്കിൽ നിനക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നോ? അപ്പം വിഷ്ണു ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയപ്പോൾ ആ സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ അവൾ പരാജയപ്പെടുത്തിയപ്പോൾ അവൾ ആ നിമിഷത്തെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഒരു എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ പരാജയപ്പെടുത്തുമ്പോൾ ആ പരാജയപ്പെടുത്തുന്ന ആൾക്കാർ പറയണം അയാളൊരു ബെസ്റ്റ്. അപ്പം ഇവരുടെ കണ്ടന്റുകൾ എന്നിലേക്ക് എത്തുന്നു. അപ്പം ഞാൻ ജുനൈസിനെ ട്രിഗർ ചെയ്യാണ്, ഇമോഷണലി ട്രിഗർ ചെയ്യാണ്. ജുനൈസ് അവിടെ പുതച്ചു മൂടി പോയി കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഞാൻ അപ്പുറത്ത് കിടന്നുകൊണ്ട് കാണുന്നത് ഇപ്പം എനിക്ക് വിഷമം വരും. ശോഭ 100 ദിവസം നിൽക്കും എന്നുള്ള കോൺഫിഡൻസ് ശോഭ തുടക്കം തൊട്ടേ പറയുന്നു.